ഹായ് ഫ്രണ്ട്സ്, സ്ഥിരമായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോഡ്കാസ്റ്റിന് വേണ്ടി ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അതിൽ ഭയങ്കരമായിട്ട് നോയ്സ് വരുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കിളികൾ കരയുന്ന അല്ലെങ്കിൽ വണ്ടിയിൽ വെച്ച അങ്ങനെ നോയ്സുകൾ വരുന്നൊരു ഇഷ്യൂ വരാറുണ്ട്. ഇത്തരം നോയ്സുകൾ നമ്മൾ പല സോഫ്റ്റ്വെയർസ് ഇട്ട് ക്യാൻസൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മളെ വോയിസിനും കൂടി പലപ്പോഴും അത് ബാധിക്കും. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. എന്നാൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് അവസാനം വരെ കാണാം. ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ എങ്ങനെ വോയിസ് എൻഹാൻസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു അവസാനം വരെ ഈ ഒരു വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും 100% യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വെബ്സൈറ്റ്. നിങ്ങളൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വെബ്സൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങളെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം AI കോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, AI കോസ്റ്റിക്സ് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ലിങ്ക് നിങ്ങൾക്ക് പറ്റും. AI കോസ്റ്റിക്സ് ഓഡിയോ എൻഹാൻസ്മെന്റ് എന്നുള്ള ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഈ വെബ്സൈറ്റിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ വരും. ഒന്ന് നിങ്ങൾക്ക് ഇമെയിൽ പാസ്വേഡ് കൊടുത്തിട്ട് സൈൻ അപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നാണ് കൊടുക്കുകയാണ്. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ഇമെയിൽ അവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഞാൻ ഇമെയിൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇമെയിൽ സെലക്ട് ചെയ്ത ശേഷം ഞാനിവിടെ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവർ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് വാട്ട് ഈസ് യുവർ പ്രൈമറി റോൾ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റർ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം ഹൗ മച്ച് ഓഡിയോ ഡസ് യുവർ കമ്പനി പ്രോസസ് മന്ത്ലി, ഒരു മാസം എത്രത്തോളം ഓഡിയോ നിങ്ങളെ കമ്പനി പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ പർപ്പസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ലെസ് ദാൻ 1 hour എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ് വിത്ത് AI കോസ്റ്റിക്സ്, എന്താണ് നിങ്ങളെ ഇതുകൊണ്ട് യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ ഓഡിയോ അപ്ലോഡ് ഓഡിയോ ഫയൽസ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഫയൽസ് ആണ് വേണമെങ്കിൽ വീഡിയോ ഫയൽസ് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഓഡിയോ ഫയൽസ് എന്നുള്ളത് കൊടുത്തു, സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ പെയ്ഡ് പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ പെയ്ഡ് പ്ലാൻ വേണ്ടത് എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണോ, അല്ലെങ്കിൽ ബൈ ക്രെഡിറ്റ് പാക്കേജസ് ആണോ, അല്ലെങ്കിൽ യൂസ് ബേസ്ഡ് ബില്ലിംഗ് ആണോ, യൂസ് ചെയ്യുന്നതനുസരിച്ചുള്ള ബില്ലിംഗ് ആണോ വേണ്ടത്, ഏത് രീതിയിലുള്ള ബില്ലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഫിനിഷ് കൊടുത്തു. ഓക്കെ, ഞാനിവിടെ ഫിനിഷ് കൊടുത്തു. അപ്പോൾ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ അവരെ ഇൻ്റർഫേസിലേക്ക് നമ്മൾ എൻ്റർ ആയി. ഇതാണ് അവരൊരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ സെലക്ട് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ സെലക്ട് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒന്നുകിൽ വീഡിയോ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ സെലക്ട് ഫയൽ എന്നുള്ളത് കൊടുത്തു. ആദ്യം സെലക്ട് ഫയൽ എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു ഓഡിയോ ഫയൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഓഡിയോ ഫയൽ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് അത് ജസ്റ്റ് അപ്ലോഡ് ആവുകയാണ്. അപ്പം നമ്മൾ അപ്ലോഡ് ആവുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം 12%, 19% എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അപ്ലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യണം. അതിൽ നോയ്സ് കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എൻഹാൻസ് ആവുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിലെ നോയ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പെർഫെക്റ്റ് ആവാനുള്ള ഒരു ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കംപ്ലീറ്റ് ആവുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു ടൈം ഡിലേ വരും. അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആ ഒരു എൻഹാൻസ് റെഡി ആയി എന്ന് പറഞ്ഞിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എൻഹാൻസ് ചെയ്ത് നോയ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം ഇവിടെ ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യാൻ ജസ്റ്റ് അതൊന്ന് ലോഡ് ആവും. ജനറേറ്റ് ഫൈനൽ ഓഡിയോ ഫയൽ. അപ്പം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയി കിട്ടും. ഈ ഒരു ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഓഡിയോയിലേക്കോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് നോയ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഫ്രീ അക്കൗണ്ട് ലിമിറ്റഡ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മെയിൽ ഐ ഡി ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡി ഉപയോഗിച്ച് സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് പ്ലാനിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രൈസിങ് പ്ലാനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.